എഥനോൾ ചേർത്ത പെട്രോൾ വാഹനത്തിൽ അടിക്കാമോ? എഞ്ചിൻ തകരാറിലാകുമോ? മൈലേജ് കിട്ടുമോ? വഴിയിൽ കിടക്കുമോ? ദൂരയാത്രയ്ക്ക് അനുയോജ്യമാണോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. ഒരു വാഹനത്തിന് തികച്ചും അനുയോജ്യമാണ് എഥനോൾ കലർന്ന പെട്രോൾ എന്നതിൽ ഒരു സംശയവും വേണ്ട. പിന്നെ കേന്ദ്ര സർക്കാർ നികുതി കുറച്ചതോടെ വിലയും കുറവാണ്. അതുകൊണ്ട് തന്നെ മൈലേജ് ലഭിക്കുമോ എന്ന് പ്രതീക്ഷിക്കരുത്. പകരം നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ കൂടുതൽ സുരക്ഷിതമായിരിക്കും, അത് ഉറപ്പാണ്. രാജ്യത്ത് എഥനോൾ ചേർത്ത പെട്രോളിന് കേന്ദ്ര സർക്കാർ നികുതി ഇളവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 22 മുതൽ 30% വരെ എഥനോൾ ചേർത്ത് പെട്രോൾ നൽകുമ്പോൾ എക്സൈസ് നികുതി അതിന് പൂർണ്ണമായും ഒഴിവാക്കി. രാജ്യത്ത് ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറച്ച് ബദൽ ഇന്ധനം പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്രത്തിൻ്റെ പ്ലാൻ ബി നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സുപ്രധാനമായ പ്രഖ്യാപനം. E22, E25, E27, E30 ഭയപ്പെടേണ്ട, ഇതൊക്കെ എഥനോളിൻ്റെ ഓരോ വേരിയൻറ്റുകളാണ്. അങ്ങനെ എഥനോൾ ചേർത്ത് വരുന്ന പെട്രോളിനാണ് നികുതി ഇളവ് ബാധകമാകുക. E22 ഇന്ധനത്തിൽ 78% പെട്രോൾ ഉണ്ടാകും, പേടിക്കണ്ട. 22% മാത്രമാകും എഥനോൾ. E25-ൽ 75% പെട്രോളും 25% എഥനോളും ഉണ്ടാകും. E27-ൽ 73% പെട്രോളും പേര് പോലെ 27% എഥനോളും. E30-ൽ 70% പെട്രോൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ, 30% എഥനോളാകും. പശ്ചിമേഷ്യ സംഘർഷം രാജ്യത്തെ വലച്ചപ്പോൾ പെട്രോൾ ഡീസൽ വിലയിൽ 7 രൂപയിലധികം 3 തവണയെ വർധനമുണ്ടായതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നേരത്തെ പറഞ്ഞ പ്ലാൻ ബി നീക്കം. ഇന്ത്യയിലെ എണ്ണ വിതരണ കമ്പനികൾ ഇപ്പോൾ തന്നെ 20% എഥനോൾ കലർത്തിയാണ് E20 എന്ന പെട്രോൾ നമുക്ക് വിതരണം ചെയ്യുന്നത്. 85% എഥനോളും 15% പെട്രോളും കലർന്ന ഒരു സൂപ്പർ ഇന്ധനം E85 ഇന്ധനം കേന്ദ്ര സർക്കാർ നേരത്തെ അവതരിപ്പിച്ചിരുന്നു. സാധാരണ പെട്രോളിനേക്കാൾ 20% വിലക്കുറവ് ഇതിനുണ്ടാകും. കാരണം എഥനോൾ അതിൽ 85% ഉണ്ട്. ആദ്യഘട്ടത്തിൽ ഡൽഹിയിലെ പൊതുമേഖലാ പമ്പുകളിലാണ് E85 ഇന്ധനം ലഭ്യമാകുക. രാജ്യത്ത് ഈ വർഷം 100ഓളം പമ്പുകൾ ഇങ്ങനെ ആരംഭിക്കാനും കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഉപഭോക്താക്കൾക്ക് E85 ഇന്ധനം ഉപയോഗിച്ച് പരീക്ഷിച്ച് അത് വിജയകരമാണെന്ന് ഉറപ്പാക്കാനാകും. പെട്രോളിൽ എഥനോൾ കലർത്തുന്നത് രാജ്യത്തിൻ്റെ ഇന്ധന ഇറക്കുമതിയുടെ ചിലവ് കുറയ്ക്കാൻ, പരിസ്ഥിതി മലിനീകരണം ഗണ്യമായി നിയന്ത്രിക്കാൻ, കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ ഇതൊക്കെ സഹായിക്കും. പിന്നെ പരിസ്ഥിതി സൗഹൃദമാണ്, ഒരു സംശയവും വേണ്ട. എഥനോളിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ അത് ഇന്ധനം പൂർണ്ണമായി കത്താൻ സഹായിക്കും. അന്തരീക്ഷത്തിലേക്ക് പുറത്തുവരുന്ന കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺ എന്നിവയുടെ അളവ് വളരെ കുറയ്ക്കും. വിദേശ നാണ്യം നമുക്ക് ലാഭിക്കാം. എങ്ങനെ? ക്രൂഡ് ഓയിൽ ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ നമ്മെ വളരെയേറെ ഇത് സഹായിക്കും. ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ഉപയോഗിക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ പണം നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ നിലനിർത്താനാകും. എഥനോളിന് ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉള്ളതിനാൽ എഞ്ചിനിൽ ഇന്ധനം സ്വയം കത്തുന്ന നോക്കിംഗ് അത് ഒഴിവാക്കാനാകും. പിന്നെ രാജ്യത്തെ കർഷകർക്കൊരു വരുമാനമാണ്. കാരണം കരിമ്പ്, ധാന്യങ്ങൾ തുടങ്ങിയ കാർഷിക വിളകളിൽ നിന്നുമാണ് എഥനോൾ ഇപ്പോൾ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കാർഷിക മേഖലയ്ക്ക് അധിക വരുമാനം നൽകും. ഇന്ധനക്ഷമതയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാം, ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടാകാം. പക്ഷേ ആധുനിക വാഹനങ്ങൾക്കെല്ലാം ഈ മിശ്രിതം സുരക്ഷിതമാണ്. ഇപ്പോഴത്തെ ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ എഥനോൾ ചേർത്ത പെട്രോളിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ച് ഇറക്കുമതി കുറയ്ക്കാനുള്ള നീക്കങ്ങൾ പല വഴിക്ക് ആലോചിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എക്സൈസ് ഡ്യൂട്ടിയിൽ ഇളവ് വരുത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ധന വില കുറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് കുറഞ്ഞു. E22, E25, E27, E30 അടക്കമുള്ള E85 അടക്കമുള്ള എഥനോൾ കലർന്ന പെട്രോളിന് ഇന്ധനം കുറഞ്ഞിട്ടുണ്ട്. തീർന്നിട്ടില്ല, ഇനി ഡീസലിലും എഥനോൾ ചേർത്തുള്ള വേരിയൻ്റ് വരുന്നുണ്ട്. അങ്ങനെ ഡീസലിലും എഥനോൾ ചേർക്കുമ്പോൾ നമ്മുടെ ചരക്ക് വാണിജ്യ നീക്കത്തിൽ ഇത് ലോറികളടക്കമുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്ന വാഹനങ്ങളുടെ ഇന്ധനം ലാഭിക്കാനാകും. രാജ്യത്തൊട്ടാകെ അവരുണ്ടാക്കുന്ന നിലവിലെ അന്തരീക്ഷ മലിനീകരണം അതില്ലാതാക്കാനാകും. ഡീസലിലൂടെ ഏറ്റവും കൂടുതൽ ഈ കാർബൺ ഡയോക്സൈഡ് അടക്കമുള്ള അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്ന വാതകങ്ങൾ പുറത്തു വരുന്നത്. അത്തരം വാതകങ്ങൾ നമുക്ക് എഥനോൾ മിക്സ് ചെയ്യുന്നതിലൂടെ ഡീസൽ വളരെ കുറയ്ക്കാനാകുമെന്നാണ് ഇപ്പോൾ രാജ്യത്തെ എണ്ണ കമ്പനികൾ ഉറപ്പ് നൽകുന്നത്. അധികം വൈകാതെ തന്നെ ഡീസലിലും എഥനോൾ വേരിയൻറ്റുകൾ രംഗത്തെത്തും. അവയ്ക്കും സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ നികുതി ഇളവ് കൊടുത്ത് അതിൻ്റെ വില കുറയ്ക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാജ്യത്ത് പെട്രോളിൻ്റെ വില, ഡീസലിൻ്റെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.